ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിട്ടുള്ള പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയൊന്നും കാണിക്കണില്ല, അന്ന് കുറച്ചധികം ജോലിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല നാടൻ ചെറുമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ രാത്രിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കട്ടയൊക്കെ ഒന്ന് ശരിയാവുന്നേരെ പുറത്ത് പോയി കുറച്ച് ചേമ്പ് പറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നല്ല തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ കേട്ടോ. ചേമ്പും അതുപോലെ തന്നെ കുമ്പളങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ ചേമ്പാണ്, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പ്രാവശ്യം കുറവാണ്. അപ്പോൾ കിട്ടിയതിൽ പകുതി ഞാൻ വിത്തിന് മണ്ണിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ കഴിക്കാമല്ലോ. ഈ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചേമ്പിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് തൈരും തേങ്ങയും ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മോരുകറിയാണ് കേട്ടോ. ചേമ്പും കുമ്പളങ്ങയും പിന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചേന ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ 2 ദിവസത്തിന് നമുക്ക് വേറെ കറിയൊന്നും നോക്കണ്ട കേട്ടോ. അതാണ് മോരുകറി ഉണ്ടാക്കി എങ്ങനെയാണല്ലേ. അങ്ങനെ കുക്കറിലാണ് ഇട്ട് വേവിച്ചത് കേട്ടോ. അതിന് ശേഷം നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലൊരു വിസിലടിച്ച് എടുത്തത് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച കുരുമുളകും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റും എന്താ പറയുക, ഒരുപാട് ഹെൽത്തിയുമാണ് കേട്ടോ. കുരുമുളക്, മോര്, മഞ്ഞൾ ഇതൊക്കെ ചേരുമ്പോഴാണ് നമ്മളെ വയറിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ചെറിയ കുരുമുളകിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ച് കൊടുക്കണം കേട്ടോ. ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലിങ്ങനെ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എടുക്കാനും ഭയങ്കര ത്രില്ലാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ അതിനൊരു സന്തോഷം കിട്ടുക കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും ഉലുവയും എന്താ പറയുക കടുകും ചെറിയ ജീരകം കൂടി ഇട്ട് നന്നായി ഒന്ന് എണ്ണയിൽ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെറിയ മീനും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചെറുമത്തി പറഞ്ഞാൽ അത്രയും നമ്മളെ ഹെൽത്തി ആയൊരു മീനാണ് കേട്ടോ ചെറിയ മത്തി. അപ്പോൾ കുറച്ച് എന്താ പറയുക അത് കഴുകിയെടുക്കാനും ശരിയാക്കാനും കുറച്ച് പണിയാണെങ്കിലും നമ്മൾ കിട്ടിയ ഉടനെ കുറച്ച് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അതൊക്കെ പോയി കിട്ടും കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ചു കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പില നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും നല്ല മണവും രുചിയായിരിക്കും കേട്ടോ. കുറച്ചധികം തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്താൽ ഒരു പച്ചമണം, നമ്മളെ മത്തിയിലേക്കൊക്കെ ഒരു പ്രത്യേക പച്ചമണം വരില്ല. നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വീട്ടിൽ ആ ഒരു പച്ചമണം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം അതുപോലെ നമ്മൾ ഉലുവയും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് 3 മുട്ട എടുത്ത് അതും കൂടെ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ സവാള എടുത്ത് അതിലേക്ക് എന്താ പറയുക കുറച്ച് ചീനമുളകും പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഉപ്പിട്ട് നമ്മളെ ഉള്ളിയിലിട്ട് നന്നായി ശരിയാക്കി എടുക്കണം കേട്ടോ. മുട്ട ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉപ്പിട്ട് ശരിയാക്കണം. പിന്നെ കുറച്ച് ഉപ്പ് മതിയല്ലോ. അപ്പോൾ മുട്ട ഒഴിച്ചിട്ട് ഉപ്പിടുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി പിന്നെ കുറച്ചധികം തന്നെ ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുട്ടത്തോട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചാരവും കൂടി. അപ്പോൾ അങ്ങനെ ഈ ഡപ്പം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചിട്ട് ഏതിൻ്റെങ്കിലും ചോട്ടിൽ തൈകളെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പഴത്തൊലിയും. അങ്ങനെ നമ്മൾ ഓംലേറ്റൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചെറുമത്തി എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അവർക്ക് ഇനി മീനും ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നമ്മൾ പാലും കുറച്ച് ചോറും പിന്നെ അവരുടെ ഒരു ഫുഡ് ഉണ്ടായിരുന്നു അതുകൂടെ പൊടിച്ചിട്ടിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് മീനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മാസമൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒന്നുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുകയാണ്.
അങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ മീനൊക്കെ ശരിയായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളത് മുകളിൽ നിന്ന് നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ, വിശന്നിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ മീനും അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ചോറിലിട്ട് നന്നായി ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കണം അതേപോലെ തന്നെ പെട്ടെന്നൊന്നും മുള്ളൊന്നും കൊടുക്കാതെ അവർക്ക് കഴിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ ശരിക്കും നമ്മൾക്ക് പച്ച മീൻ തന്നെ അവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അവർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്തപ്പോൾ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ അവർ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.